Module 3, Organizing and Staffing. Here we are discussing the two methods of wage payment. There are mainly two methods, time wage system and piece wage system. First one is time wage system. Time wage system is based on the time the worker has spent in an organization without taking the output into account. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം വേജ് സിസ്റ്റത്തിൽ ഒരു വർക്കറിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അയാൾ എത്ര ടൈം ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും അവിടെ എത്ര ഔട്ട്പുട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്തു, ആ ഒരു വർക്കർ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് അവിടെ കണക്കാക്കുന്നില്ല. എത്ര ടൈം ആ ഒരു ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടെ നോക്കുന്നത്. ദെൻ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഡേ വർക്ക് സിസ്റ്റം ഓഫ് വേജ്. ഡേ വർക്ക് സിസ്റ്റം എന്നും ഈ ഒരു സിസ്റ്റത്തിന് അറിയപ്പെടുന്നുണ്ട്. സിൻസ് ഇൻ ദിസ് സിസ്റ്റം എ ഡേ ഈസ് കൺസിഡേർഡ് ആസ് എ യൂണിറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ്. ഇവിടെ ഒരു ഡേ ആണ് ഒരു യൂണിറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് വേജ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഡേ ആണ്. ഒരു ഡേ ഇൻറ്റു അയാൾ എത്രയാണ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, then it may also vary from 1 week, 15 days or 1 hour to 1 month in duration. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരാം. മേ ബി 1 വീക്ക് ആവാം, 15 ഡേയ്സ് ആവാം, 1 hour ആവാം, 1 month ആവാം. അങ്ങനെ അതിൻ്റെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്ത് വരാം. ഓക്കെ, അവിടെ ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും എത്ര ഔട്ട്പുട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നോക്കുന്നില്ല, വർക്കറിൻ്റെ ഔട്ട്പുട്ട് നോക്കുന്നില്ല. ഡ്യൂറേഷൻ, എത്ര ടൈം അയാൾ ആ ഒരു ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. As per this method, the quantity of output produced by the employee is not considered for calculating the remuneration to the worker. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്, അതായത് ഒരു ദിവസം ആ വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എത്രയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് പീസ് വേജ് സിസ്റ്റം. പീസ് വേജ് സിസ്റ്റത്തിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ വർക്കർ എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ദിവസത്തിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട്. പക്ഷേ എത്ര ടൈമാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കുന്നില്ല. പീസ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, എത്ര പീസ് ഔട്ട്പുട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ പറയുന്നത് ഇൻ പീസ് വേജ് സിസ്റ്റം വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈം സ്പെൻഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എത്ര ടൈം അയാൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നില്ല, എത്ര പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു വർക്കർ എന്നുള്ളതാണ് നോക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ടൈം വേജ് സിസ്റ്റം. ടൈം വേജ് സിസ്റ്റത്തിൽ പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. ദിസ് മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ് പേയ്മെൻറ്റ് ബൈ റിസൾട്ട്. ഇതിനെ പേയ്മെൻറ്റ് ബൈ റിസൾട്ട് എന്ന് പറയും. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ പേയ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ റിസൾട്ടിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ പീസ് വേജ് സിസ്റ്റം ഇസ് ഫോളോഡ് ഇൻ ഇൻഡസ്ട്രീസ് വെയർ ദ വർക്ക് ഇസ് നോട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ നേച്ചർ ആൻഡ് ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട് ക്യാൻ ബി മെഷേർഡ് ഈസിലി. അപ്പോൾ പീസ് വേജ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ അവർക്ക് വർക്ക് മെഷർ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടില്ലാത്ത ഓർഗനൈസേഷൻസ് ആണ് പീസ് വേജ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെ ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതാണ് അവർക്ക് എളുപ്പം എന്നുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അവിടെ എത്ര യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ the wage payment to a worker as per this method is calculated by multiplying the number of products by piece rate. ഇവിടെ ഒരു വർക്കർക്ക് എത്ര പേയ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് പ്രോഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തു അത് ഇൻറ്റു പീസ് റേറ്റ്. ഒരു ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് പുറത്തിറക്കിയാൽ അതിന് ഉള്ള റേറ്റ്, ഒരു പീസിൻ്റെ റേറ്റ് ഇൻറ്റു ആ ഒരു എത്ര പീസ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവിടെ കാൽക്കുലേഷൻ നടത്തുന്നത്. ദെൻ ഹിയർ 1 unit of output is considered as 1 piece and a specific rate of wage is paid per piece. ഇവിടെ ഒരു പീസിന് ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. ആ റേറ്റ് ഇൻറ്റു എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പേയ്മെൻറ്റ് പെർ പീസാണ്, ഒരു പീസിന് ആണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്.
ഓക്കെ. റേറ്റ് ഓഫ് വേജസ് എന്ന് പറയുന്നത് എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്തു, എത്ര നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കുന്നു. ടൈം വേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ടൈമാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനിൽ എത്ര ടൈം ഒരാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വേജ് പേയ്മെൻറ്റിൻ്റെ ബേസിസ് ആയിട്ട് എടുക്കുന്നത്. പീസ് വേജ് സിസ്റ്റത്തിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, എത്ര നമ്പർ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എത്ര പീസ് ഓഫ് ഔട്ട്പുട്ട് ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു എത്ര റേറ്റ്, ഒരു പീസിൻ്റെ റേറ്റ്, അത് വെച്ചിട്ടാണ് അവിടെ കാൽക്കുലേഷൻ വരുന്നത്. താങ്ക് യു.